കേരളീയ സമാജം ഡോംബിവലിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തുഞ്ചൻ സ്മാരക സാഹിത്യോത്സവം ഏറെ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും നിങ്ങളുടെ കൂടെ കുറേ സമയം ചെലവഴിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു അവസരം ലഭിച്ചതിൽ. അതിനെന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തും. ഡോംബിവലി കേരളീയ സമാജത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അതുപോലെ വളരെ പ്രഗത്ഭരായ മുംബൈയിലെ നിരവധി എഴുത്തുകാർ, ബാലകൃഷ്ണൻ സാറിനെ പോലെ, രാജൻ സാറിനെ പോലെ ഉള്ള എഴുത്തുകാർ, അരുണിനെ പോലെയുള്ള പത്രപ്രവർത്തകർ, പ്രശസ്ത പ്രഭാഷകനായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷ് ബാബു പോലുള്ള ആളുകൾ, സമാജത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ, ഇവരൊക്കെ നിറഞ്ഞ ഒരു സദസ്സാണ്. അതിലും ഏറെ എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ ഈ സദസ്സിൽ എൻ്റെ മുമ്പിലിരിക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് പലതവണ മുംബൈയിലുള്ള പല സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ സ്നേഹവും സൗഹൃദവും ഒക്കെ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് കണക്കാക്കുന്നു. ഇന്ന് ഈ തുഞ്ചൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ശ്രീ പ്രേമൻ ഇല്ലത്ത്, അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായൊരു പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മുംബൈയുടെ ജീവിതത്തെ, ചരിത്രത്തെ, സംസ്കാരത്തെ ഒക്കെ വളരെ സൂക്ഷ്മമായി എഴുതിയിട്ടുള്ള, ഞാൻ വളരെ മുമ്പ് വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിന് മറ്റ് ചില ആവശ്യങ്ങൾക്കായിട്ട് മുമ്പേ വായിച്ചിരുന്നൊരു പുസ്തകമായിരുന്നു. ആ നോവലിന് തന്നെയാണ് ഇത്തവണ ഈ പുരസ്കാരം കിട്ടിയത് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രേമന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ആദ്യമായിട്ട് അറിയിക്കുന്നു. കൂടുതൽ സജീവമായി സാഹിത്യ ലോകത്ത് ഇടപെടാൻ ഈയൊരു അംഗീകാരം അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കട്ടെ, അതൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ട് മാറട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പേ പല അംഗീകാരങ്ങളും നേടിയിട്ടുള്ള തങ്ങളുടെ രചനകളിലൂടെ ഇപ്പോൾ കൃഷ്ണകുമാറിനെ പോലെ അല്ലെങ്കിൽ സന്തോഷിനെ പോലെ നിരവധി ആളുകൾ സദസ്സിൽ എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുണ്ട്. മുംബൈയിലുള്ള എഴുത്തിനെ സ്നേഹിക്കുന്ന, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരുടെയും ഒപ്പം ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലേറെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഇതിന് തുഞ്ചൻ സ്മാരക സാഹിത്യോത്സവം എന്ന പേരിൽ ഒരു സാഹിത്യോത്സവമായിട്ട് ഈ ചടങ്ങിനെ നടത്താനായി ഡോംബിവലി മലയാളി സമാജം, കേരളീയ സമാജം തീരുമാനിച്ചത്. അതിന് വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. മലയാള ഭാഷയുടെ പിതാവായിട്ട് നമ്മൾ ആദരിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ സ്മാരകമായി തിരൂരിൽ തുഞ്ചൻ സ്മാരകമുണ്ട്, യൂണിവേഴ്സിറ്റിയുണ്ട്. ചിറ്റൂരിൽ തുഞ്ചൻ മഠം എന്ന് പറഞ്ഞ പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിൽ പല ഇടങ്ങളിലായി തുഞ്ചത്തെഴുത്തച്ഛനെ ആദരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പങ്കുവെക്കുന്നതും പല സ്ഥാപനങ്ങളുമുണ്ട്. വലിയ തോതിൽ അത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പക്ഷേ തുഞ്ചൻ സാഹിത്യോത്സവം എന്ന പേരിൽ ഒരു സാഹിത്യോത്സവം നടത്താൻ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആദ്യമായിട്ട് തയ്യാറായിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു മലയാള സാഹിത്യോത്സവത്തിന് ഇതിലും അനുയോജ്യമായ മറ്റൊരു പേർ നമുക്ക് കാണാൻ കഴിയില്ല. മലയാള ഭാഷയുടെ പിതാവായിട്ട് നമ്മൾ ആദരിക്കുക മാത്രമല്ല, മലയാള ഭാഷയെ കൃത്യമായ കണക്കുകളിലൂടെ ചിട്ടപ്പെടുത്തിയെടുത്ത, ഈ രൂപത്തിലാക്കിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്.
അദ്ദേഹമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വഴികാട്ടിയായി മുമ്പേ നടന്നിട്ടുള്ള വ്യക്തി. അതിൻ്റെ പുറകെയാണ് എന്തെങ്കിലും എഴുതാനോ ഒക്കെ ശ്രമിക്കുന്ന ഓരോ എഴുത്തുകാരനും നടക്കുന്നു. ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. അപ്പം അത് ഒരു സാഹിത്യോത്സവത്തിൻ്റെ പേരായിട്ട് സ്വീകരിക്കുന്നു. ഇന്ന് ധാരാളം സാഹിത്യോത്സവം നടക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 10-60 സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സാഹിത്യത്തിൻ്റെ ഒരു ഉത്സവമായി ആഘോഷിക്കാവുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നതാണ് 21-ാം നൂറ്റാണ്ടിലെ സാഹിത്യരംഗത്തുണ്ടായ ഏറ്റവും വലിയ ഒരു മാറ്റം. ഇതിനു മുമ്പ് സാഹിത്യമെന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി ഇടപാടാണെന്നും ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര ഒരു ആക്സസിബിൾ അല്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാന കാലം വരെയൊക്കെ നിലനിന്നിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ ഇത് മാറി സാഹിത്യം മറ്റ് പല സർഗാത്മകാര്യങ്ങളെപ്പോലെ ആഘോഷിക്കാവുന്ന ഒരു ഉത്സവമായി ആഘോഷിക്കാവുന്നതും ആഘോഷിക്കേണ്ടതുമാണ് എന്ന് മലയാളികൾ മാത്രമല്ല ലോകം തന്നെ തിരിച്ചറിഞ്ഞൊരു കാലമാണ്. ഇപ്പോൾ നിരവധി സാഹിത്യോത്സവങ്ങൾ മുംബൈയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ജയ്പൂരിൽ ഉൾപ്പെടെ കേരളത്തിലും ഇന്ത്യയിലെ പലയിടങ്ങളിലും ലോകത്തിലെ പലയിടങ്ങളിലും നടക്കുന്നൊരു കാലം. ആ സാഹിത്യോത്സവങ്ങളിൽ ശുദ്ധ സാഹിത്യം മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. പലപ്പോഴും വളരെ വ്യത്യസ്തമായ പല വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോഴൊക്കെ സാഹിത്യത്തിൽ നിന്ന് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാറൊക്കെ. അതിനെപ്പറ്റി ആളുകൾ യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടി സാഹിത്യം ഒരു കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉത്സവമായിട്ട് മാറുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും മലയാളികൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മലയാളികളെപ്പോലെ ഇത്ര കണ്ട് പുസ്തകം വായിക്കുകയും സാഹിത്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റൊരു സമൂഹമില്ല. മറ്റ് പല ഭാഷകളിലും വളരെ ഗംഭീരമായ സാഹിത്യകൃതികളും സാഹിത്യ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു ജനത എന്നുള്ള നിലയിൽ ഇത്ര കണ്ട് സാഹിത്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ഇടം ഇന്ത്യയിലുണ്ടാകുന്നു ഒന്നില്ല. ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നു. ഇന്ത്യയിലുള്ള വായനശാലകളുടെ എണ്ണം ഹിന്ദു പത്രത്തിലാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ മാപ്പൊക്കെ കൊടുത്തൊരു ചാർട്ടായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു ഓരോ സ്റ്റേറ്റിലും. ഒരു സംശയവുമില്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകൾ ഉള്ളത്. പിന്നെ ഒരു 2-3 സംസ്ഥാനങ്ങളൊക്കെ ഏകദേശം അതിനടുത്തൊക്കെ ഉണ്ടാകാം. അത് കഴിഞ്ഞാൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യം വളരെ ദയനീയമാണ്. ചില സംസ്ഥാനങ്ങളിലെ വായനശാലകളുടെ എണ്ണം 3 അക്കത്തിലും മറ്റു ചില സംസ്ഥാനങ്ങൾ വായനശാലകളുടെ എണ്ണം എടുത്താൽ അത് 2 അക്കത്തിലേക്ക് വരെ ചുരുങ്ങിപ്പോകുന്നത് ആ ചാർട്ടിൽ അത്ഭുതമോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലേക്കാൾ വലിയ സംസ്ഥാനങ്ങളാണ് ജനസംഖ്യയിലും മറ്റു തരത്തിലൊക്കെ വലിയ പാരമ്പര്യമൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷേ ഗ്രന്ഥശാലകളുടെ എണ്ണം വളരെ കുറവായിട്ടുള്ള ഇടങ്ങൾ. കേരളത്തിൽ ഈ ഗ്രന്ഥശാലകൾ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പേ വായനാ ദിനമായിട്ട് വായനാ വാരമായിട്ടൊക്കെ ആചരിക്കുകയാണ് പല കേരളത്തിൽ ധാരാളം പ്രോഗ്രാമുകൾ. ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് വായനശാലകൾ വായന സാഹിത്യം ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത്, നിർണയിക്കുന്നത്, നിശ്ചയിക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ മറ്റിടങ്ങളുമായി തന്നെ നമ്മൾ താരതമ്യം. ഇപ്പോൾ മലയാളത്തിൽ വരുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ചർച്ചകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ ഒരിക്കലും മലയാളത്തിലെ പോലെ ഇത്ര അധികം പുസ്തകങ്ങൾ വിൽക്കപ്പെടുകയോ വായിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംസ്കാരം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പറയാറുള്ളത് ഒരു പുസ്തകത്തിൻ്റെ ഒരു 2ാമത്തെ പതിപ്പൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു അത്ഭുതമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ബെന്യാമിനെ പോലെ ഉള്ള എഴുത്തുകാരുടെ അല്ലെങ്കിൽ മീരയെ പോലെയുള്ള എഴുത്തുകാരികളുടെ ഒക്കെ വലിയ തോതിൽ പുസ്തകങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. മാർക്കറ്റാണ് പ്രധാനം എന്നുള്ള തരത്തിലല്ല ഞാൻ പറയുന്നത്. ഈ വാങ്ങുന്നവരെല്ലാം അത് വായിക്കുന്നില്ല എന്നൊക്കെ ആക്ഷേപം നിലനിൽക്കുമ്പോഴും ഒരു പരിധിവരെ കുറേ ആളുകൾ ഇത് വാങ്ങുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഒറിയ വലിയ പാരമ്പര്യമുള്ള ലിറ്ററേച്ചറിൽ വലിയ പാരമ്പര്യമുള്ളൊരു ഭാഷയാണ്. അപ്പോൾ അവിടുത്തെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് അവർക്ക് ഒരു ആദ്യ പതിപ്പ് പുറത്തിറങ്ങുകൾ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്.
ഇപ്പം എൻ്റെ ചില പുസ്തകങ്ങൾ ഹിന്ദിയിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തി കന്നഡയിലൊക്കെ പരിഭാഷ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തേക്ക് സുഹൃത്തുക്കൾ പറയും ഇത് ഒരു കഷ്ടിച്ചൊരു 1000 കോപ്പി തന്നെ അടിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അവിടെ. ആ സമയത്താണ് മലയാളത്തിൽ പല എഴുത്തുകാരിൽ ലക്ഷക്കണക്കിന് കോപ്പി ഈ ചെറിയൊരു സംസ്ഥാനത്തിൽ വിൽക്കപ്പെടുന്നതും ഇത് വായിക്കപ്പെടുന്നുണ്ട്. വെറുതെ ആളുകൾ പലപ്പോഴും പറയാറില്ല ഇതൊക്കെ ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വാങ്ങിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് വായനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് വായിക്കുന്ന ആളുകൾ തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 25 വർഷം 21ാം നൂറ്റാണ്ടിലേക്ക് കടന്നതിന് ശേഷം വായനയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും പ്രവാസികളുടെ വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകളും സജീവമായിട്ടുള്ളൊരു പങ്കാളിത്തവും എഴുത്തിലും വായനയിലും സംഭവിക്കേണ്ടത്, പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ. അതിന് കാരണം ടെക്നോളജിയുടെ സഹായം തന്നെയാണ്. ഇപ്പോൾ 90കളിലൊക്കെ ടെക്നോളജി എഴുത്തിനെ വായനയെയൊക്കെ ഇല്ലാതെയാക്കുന്ന ഭയപ്പെട്ടിരുന്ന കാലമാണ്. മലയാളത്തിൽ നമ്മൾ ഏറെ ആദരിക്കുന്ന ചില എഴുത്തുകാർ, നിരൂപകരൊക്കെ അന്ന് പറഞ്ഞിരുന്നു പുസ്തകങ്ങളുടെ മരണമണിയാണ് 90കൾ. ദൃശ്യമാധ്യമങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യയുടെയും ഒക്കെ കടന്നുവരവോടുകൂടി ഇനി പുസ്തകങ്ങൾക്കൊന്നും യാതൊരു ഭാവിയും ഉണ്ടാകില്ല. നമ്മൾ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അത്തരത്തിൽ എഴുതിയിരുന്നത്. ഞാനവരെ കുറ്റമായിട്ട് പറയുന്നതല്ല. അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കും അങ്ങനെ തോന്നിയിരുന്നു. ആളുകൾ ടെലിവിഷന് മുമ്പിലേക്ക് ഒതുങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റും മറ്റ് ഇത് വരുമ്പോൾ പുസ്തകം വായിക്കാതെയായി പോകും. അങ്ങനെയല്ല വാസ്തവത്തിൽ സംഭവിക്കും. വാസ്തവത്തിൽ സംഭവിച്ചത് ഇതെല്ലാം എഴുത്തിൻ്റെയും വായനയുടെയും സാധ്യതകളായിട്ട് മാറുന്നതാണ് നമ്മൾക്ക്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് പ്രവാസികളായിട്ടുള്ള വായനക്കാരെയും എഴുത്തുകാരെയുമാണ്. ഞാൻ ഒരു 1.5 പ്രവാസിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ വളരെ കാലം റെയിൽവേ ജോലിക്കാരനായിട്ട് കേരളം വിട്ടുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കകാലത്ത് 80കളുടെയോ ഒക്കെ ഒരു തുടക്കകാലത്ത് എന്തെങ്കിലും ഒരു മലയാളത്തിൽ എഴുതിയ ഒരു കടലാസ് വായിക്കാൻ കൊതിച്ചിട്ടുള്ള കാലം. എന്ന് പറഞ്ഞാൽ മദ്രാസിലാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ കിട്ടും. ഞാനുണ്ടായിരുന്ന സേലത്തും ജോലാർപേട്ടയും അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഒന്നും കിട്ടില്ല, തമിഴ് പുസ്തകങ്ങൾ. ഞാനങ്ങനെ കഷ്ടപ്പെട്ട് തമിഴ് പഠിച്ചു എന്നുള്ള ഒരു ഗുണം അതിൽ നിന്നുണ്ടായി. പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ ഒക്കെ പോകുന്ന തീവണ്ടികൾ ഈ കൊച്ചു സ്റ്റേഷനുകളിൽ കൂടി, അവിടുത്തെ ചെറിയ സ്റ്റേഷനിലൊക്കെ പല സ്ഥലത്തും മലയാളി സ്റ്റേഷൻ മാസ്റ്റേഴ്സാണ് വർക്ക് ചെയ്തത്. അപ്പോൾ കടന്നു പോകുന്ന സമയത്ത് പഴയ നിങ്ങളൊക്കെ ബോംബെയിലുള്ള ആളുകളായത് നിങ്ങൾക്ക് അത്തരത്തിൽ ഓർമ്മയുണ്ടാവും. 82 ജയന്തി ജനത കടന്നു പോകുമ്പോൾ ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുപോകുന്ന കടലാസ് പുറത്തേക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എറിയും. ഞങ്ങളെപ്പോലുള്ള പാവൻ റെയിൽവേക്കാർ അതെടുത്ത് വായിക്കും. ഇത് മലയാളത്തിൽ എന്തെങ്കിലും വായിക്കാനുള്ളൊരു കൊതി കൊണ്ടാണ്. ചിലപ്പോൾ കുറച്ച് പഴയ പേപ്പറൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കളോട് തമാശയായിട്ട് പറയാറുണ്ട്, നല്ല യാത്രക്കാർ അന്നത്തെ പേപ്പറിൽ തന്നെ ഭക്ഷണം പൊതിഞ്ഞ് കൊണ്ട്, എന്താ വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ വായിക്കാനായിട്ടുള്ളൊരു ആർത്തി, വായിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വായന ഒരു ശ്വാസം പോലെ മാറിയിട്ടുള്ള ആളുകളാണ് സാഹിത്യത്തെ സ്നേഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാലത്തുനിന്ന് മാറി ഇന്നിപ്പോൾ ലോകത്തിലെ എവിടെയുള്ള പ്രവാസിക്കും അന്ന് പുറത്തിറങ്ങിയ പത്രമോ മാസികയോ പുസ്തകമോ എന്ത് വേണമെങ്കിലും വായിക്കാവുന്ന തരത്തിലേക്ക് ടെക്നോളജി സഹായിക്കുന്നുണ്ട്. ഞാൻ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു ആവർത്തിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രാധാന്യം. എൻ്റെ ഒരു സുഹൃത്ത് നിരഞ്ജൻ എന്ന് പറയുന്ന ഒരു കവിയാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അദ്ദേഹം ഒരു മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നതാണ്, കപ്പലിലാണ്. അപ്പം അദ്ദേഹം ഒരു ദിവസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു പുതിയ കവിതയെക്കുറിച്ച് വാട്സപ്പിലൊരു ചെറിയൊരു കുറിപ്പ് ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ച നിരഞ്ജൻ നാട്ടിലെത്തിയിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കൊല്ലം മുമ്പാണ്, ഒരു 8-9 കൊല്ലം മുമ്പ് നടന്നത്. ഈ മർച്ചൻ്റ് നേവിക്കാരൊരു 3 മാസം കടലിലും പിന്നെ കുറച്ച് കാലം കരയിലും വീണ്ടും കടലിലും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, നിരഞ്ജൻ ലീവിൽ നാട്ടിൽ വന്നിട്ടുണ്ടോ? അപ്പം നിരഞ്ജൻ്റെ മറുപടിയാണ് അതിലേറ്റവും രസകരമായിട്ടുള്ളത്. ഞാൻ പസഫിക്കിലാണ്. പസഫിക് സമുദ്രത്തിൽ എത്രയോ ലക്ഷം ടൺ എണ്ണയുമായിട്ട് പോകുന്ന ഒരു കപ്പലിൽ ജോലി ചെയ്യുകയാണ് നിരഞ്ജൻ. ആ ജോലിയിൽ ഇരുന്നു കൊണ്ടാണ് അന്ന് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ PN ഗോപികൃഷ്ണൻ്റെ ഒരു കവിതയെക്കുറിച്ച് കുറിപ്പ് ടെക്നോളജി നമുക്ക് തന്ന
വലിയൊരു അനുഗ്രഹമാണ്. ഇത് പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ള വായനക്കാർ, എഴുത്തുകാർ, ഭാഷയെ സ്നേഹിക്കുന്നവർ വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ പ്രവാസികളുടെ സംഭാവനകൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. ധാരാളം പ്രധാനപ്പെട്ട എഴുത്തുകാരികൾ ഇപ്പോൾ ഗൾഫിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇവരൊക്കെ വളരെ സജീവമായിട്ട് എഴുതുകയും അവരുടെ പുസ്തകം ഒരു സാധാരണ മലയാളി എഴുത്തുകാരൻ്റെ പുസ്തകത്തെ പോലെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബെന്യാമിൻ തന്നെയാണ്. ബെന്യാമിൻ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്നുള്ള പുസ്തകം വരുന്നത്. അതിന് മുമ്പേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി ബെന്യാമിനെ മലയാളികൾക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരനാക്കി മാറ്റുന്നത് ആ ഒരു കൃതിയാണ്. അതുപോലെ ഗൾഫിലെ തന്നെ മറ്റ് എഴുത്തുകാരുണ്ട്. ഖത്തറിൽ ഇപ്പോൾ ഷീല ടോമിയുടെയൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ടോ? വല്ലി എന്നൊക്കെ പറഞ്ഞ നോവൽ. ഷീല വളരെ കാലം ഖത്തറിൽ ഉണ്ടായിരുന്ന. അപ്പം ഇങ്ങനെ കേരളത്തിൽ നിന്ന് വിട്ട് മറ്റ് ഇടങ്ങളിലായി ജോലി ചെയ്യുന്നവർക്ക് മലയാള സാഹിത്യം ഒരു മലയാളി എഴുത്തുകാരനെ പോലെ, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ പോലെ തന്നെ അതിനെ സമീപിക്കാനും എഴുതാനും ഇടപെടാനും കഴിയുന്ന തരത്തിൽ ആക്കി മാറ്റിയതിൽ ഈ കഴിഞ്ഞ ഒരു 25 കൊല്ലകാലത്തെ ടെക്നോളജിയുടെ ഒരു മാറ്റത്തിന് വലിയൊരു പ്രാധാന്യം അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉറച്ച ബോധ്യം, മലയാള സാഹിത്യം ഏറ്റവും നല്ല രീതിയിൽ വായിക്കപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും കേരളത്തിനകത്തല്ല, പുറത്താണ്. പുറത്തുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കേരളത്തിൽ പല ഇടങ്ങളിലായിട്ടിരുന്ന് ഏറ്റവും പുതിയ പുസ്തകങ്ങളെക്കുറിച്ച്, ഏറ്റവും പുതിയ കഥകൾ വരുന്നതിനെക്കുറിച്ച്, പുതിയ മാറ്റങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഞാൻ ഓർക്കുന്നത് 2014 ബഹ്റൈനിൽ ഒരു സാഹിത്യ സമ്മേളനത്തിന് പോയിരുന്നു. സച്ചിമാഷൊക്കെ ഉണ്ട്. 3 ദിവസം നടക്കുന്ന വളരെ ഗംഭീരമായൊരു സാഹിത്യ സമ്മേളനത്തിൽ രാത്രി 11:30 മണിയായിരിക്കും. 11:30 മണിക്ക് സച്ചിമാഷ് ഉൾപ്പെടെ ഞങ്ങൾ 3-4 പേര് വേദിയിലിരുന്ന് ഇൻട്രാക്ഷനാണ് സദസ്സായി. അപ്പോൾ മാഷ പറയുന്നത്, നിങ്ങൾക്കൊക്കെ നാളെ ജോലിക്കൊക്കെ പോകേണ്ട ആളുകളല്ലേ, നമുക്ക് നിർത്തിയാലോ. അവിടുത്തെ 11:30 ആയിരിക്കും ബഹ്റൈനിൽ. അപ്പോൾ സദസ്സെന്നുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, മാഷക്ക് വയ്യ, ക്ഷീണമുണ്ട്, കിടക്കണമെങ്കിൽ നമുക്ക് നിർത്താം, ഞങ്ങൾ എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ തയ്യാറാണ്. അങ്ങനെ മാറുന്നു. പിന്നെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അത് പലപ്പോഴും മുൻകാലങ്ങളിൽ വായനശാലകളോ അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിലോടനുബന്ധിച്ചാണ് നടന്നിരുന്നെങ്കിൽ അത് മാറിയിട്ട് ഇന്ന് അത് ഓൺലൈനിൽ വളരെ വ്യാപകമായിട്ട് ചർച്ചകൾ നടക്കും. ആദ്യം കുറച്ചു കാലത്തൊക്കെ പുതിയ ടെക്നോളജിയോടൊരു അടുപ്പില്ലാത്തവരെ, അല്ലെങ്കിൽ അതെന്തോ ഭയങ്കര സാമ്രാജ്യത്തെ ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ഇതെല്ലാം ഉപയോഗിച്ചു തുടങ്ങി. എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള അനുഭവമുണ്ട്. ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്നതിൻ്റെ ഒരു നോവലുണ്ട്. 2014 അത് പുറത്ത് വരുന്നത്. ആ പുറത്ത് വന്ന് ഒരു 3-4 മാസത്തിനുള്ളിൽ പാലക്കാട് വെച്ച് അതിൻ്റെ ഒരു ചർച്ച നടന്നു, പബ്ലിക് ലൈബ്രറിയിൽ. ആ ചർച്ചയിൽ എനിക്ക് പരിചയമുള്ള ഒരു അധ്യാപകനായിട്ടുള്ള ഒരു നല്ല വായനക്കാരനായിട്ടുള്ള സുഹൃത്ത് എഴുന്നേറ്റ് നിന്ന് എന്നോട് ഇൻട്രാക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, ഈ നോവൽ വായിച്ച നിങ്ങളുണ്ടെങ്കിൽ അറിയാം, അതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം, അതായത് സുഗന്ധി എന്ന് പറയുന്ന കഥാപാത്രം കാനഡയിലിരുന്ന് സ്കൈപ്പ് ഉപയോഗിച്ച് ശ്രീലങ്കയിലുള്ള സഹപ്രവർത്തകരുമായിട്ടൊരു ഡിസ്കഷൻ നടത്തുന്ന. അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ നോവലിൽ സ്കൈപ്പ് എന്ന് പറയുന്ന വലിയ എന്തോ ഒരു ഇതൊക്കെ ഉപയോഗിച്ച് കാനഡയിലിരുന്നിട്ട് ലങ്കയിലുള്ള സഹപ്രവർത്തകരായിട്ട് ഡിസ്കഷൻ നടത്തുന്ന ഭാഗമാണ്. ഇതെന്താ വല്ല മൾട്ടിനാഷണൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ്? ഇതൊക്കെയാണോ സാഹിത്യത്തിൽ എഴുതാൻ പറ്റുന്നത്? എന്ന് വെച്ചാൽ സാഹിത്യത്തിൽ ഈ സ്കൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര അപകടമായിട്ട് ഇത് മൾട്ടിനാഷണൽ MNCയുടെ ഗൂഢാലോചനയാണ് എന്നാണ് പുള്ളി ധരിച്ചത്. പക്ഷേ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, നല്ല വായനക്കാരനാണ്. അങ്ങനത്തെ ഒരു ബോധത്തിൽ കുടുങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഇവരാണെങ്കിൽ ശ്രീലങ്കയിലെ വിമോചന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ. അപ്പോൾ വിമോചന പോരാളികൾക്ക് സ്കൈപ്പ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന് ഞാൻ തമാശയായിട്ട് പറയുന്നു. അതല്ല അതിൽ വാസ്തവത്തിൽ ഇത് കഴിഞ്ഞ് ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്ന് ഇദ്ദേഹം വളരെ സജീവമായിട്ട് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ആളാണ്. നിറയെ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും. കുറച്ച് കാലം പുറത്തിറങ്ങാൻ വയ്യാണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പതുക്കെ
ഇത് വീണ്ടും ചർച്ചകൾ ആരംഭിക്കാൻ തോന്നുന്ന ഒരു ദിവസം ഇദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ ഈ ചർച്ചയിൽ ഇദ്ദേഹം സ്കൈപ്പിനെ കുറിച്ച് വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞ ഒരു 5-6 വർഷമായി. അപ്പം എന്നോട് കാര്യമായിട്ട് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ ലൈബ്രറികളിലൊന്നും മീറ്റിംഗ് ഒന്നും നടത്താൻ നിർത്തിയില്ലല്ലോ, പുറത്തിറങ്ങാൻ വയ്യാത്ത സമയമല്ലേ, അപ്പോൾ ഓൺലൈനായിട്ട് ഇനി എന്തെങ്കിലും നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു സാഹിത്യ ചർച്ച വെച്ചിട്ടുണ്ട്, സാറെന്നതിൽ പങ്കെടുക്കണം. ഓൺലൈനായിട്ടുള്ള ചർച്ചയാണ്. ഇന്ന് രാത്രി 8 മണിക്കാണ് ചർച്ച വെച്ചിരിക്കുന്നത്. ഗൂഗിൾ മീറ്റാണ്. ഞാൻ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. അപ്പോൾ ഞാൻ സസന്തോഷം സമ്മതിച്ചു. എന്നിട്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള മാഷന്മാർ, അതൊരു മാഷന്മാരുടെ കൂട്ടായ്മയാണ്. നിങ്ങളൊക്കെ കുറേയും കൂടെ പുരോഗമിച്ചു. എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഏതോ ഗൂഢാലോചനയാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നൊക്കെ മാറി ഇതൊക്കെ സാധാരണ മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണെന്നൊരു വലിയൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടല്ലോ, വലിയ സന്തോഷമുള്ളത്. അത്തരം സംവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയൊരു മാറ്റം സാധാരണ സാഹിത്യ രംഗത്ത് ചർച്ചകളാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അതിന് മുൻകാലത്ത് വളരെ കുറവായിരുന്നു. കേരളത്തിലെ സാഹിത്യത്തിൻ്റെ വലിയ സാംസ്കാരിക നഗരമായിട്ടുള്ള തൃശ്ശൂരിലെ തന്നെ കേരള സാഹിത്യ അക്കാഡമിയിൽ സാഹിത്യ സംബന്ധമായിട്ടുള്ള പ്രോഗ്രാം വെച്ചാൽ ഒരു 8:30 മണിയൊക്കെ കഴിഞ്ഞാൽ പൊതുവെ ആളുകളുടെ എണ്ണം വളരെ കുറയും. 9 മണിയാകുമ്പോഴേക്കും ആളിലൊക്കെ പോവും. ഇത്രയും സമയമാണിത് കാര്യമായിട്ട് നടക്കുന്നത്. അതിൽ തന്നെ 7 മണി 7:30 ആകുമ്പോഴേക്കും തന്നെ സ്ത്രീകൾ അല്പാൽപമായിട്ട് പോകാൻ തുടങ്ങും, ബാക്കിയുള്ളവരാണ് ഇരിക്കും. പക്ഷേ ഇത്തരം ഓൺലൈൻ ചർച്ചകൾ വന്നപ്പോൾ വളരെ സജീവമായിട്ട് എന്താണെന്ന് വെച്ചാൽ 8 മണി തൊട്ട് 10 മണി വരെയൊക്കെയാണ് പ്രോഗ്രാമുകൾ വെക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം, അവർക്ക് സജീവമായിട്ട് പങ്കെടുക്കാം. വലിയ പങ്കാളിത്തം സ്ത്രീകൾക്ക് ഈ രംഗത്തേക്ക് വരാൻ. ഈ കഴിഞ്ഞ ഒരു 25 കൊല്ലം നടന്ന മാറ്റങ്ങളുടെ ഒരു സ്വഭാവമാണ് ഞാൻ. അത് വലിയ തോതിൽ ഭാഷയെ, എഴുത്തിനെ, വായനയെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം കൂടെ പറയാം. എന്താ വെച്ചാൽ MT ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം കുറച്ച് മുമ്പെയാണ്, ഷാർജ പുസ്തകോത്സവത്തിലോട്ട് അദ്ദേഹം പങ്കെടുത്ത ഒരു സമയത്ത് പറഞ്ഞു. മുമ്പൊക്കെ വിദേശ രാജ്യങ്ങളിൽ വന്ന് മലയാളികളായിട്ടുള്ള ആളുകളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പറയും, സാറൊന്നും വിചാരിക്കരുത്, എൻ്റെ മക്കൾക്ക് മലയാളം അത്ര അറിയില്ല എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറി നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയുന്നു എന്നത് വലിയൊരു സന്തോഷമാണ് എന്ന് MT എന്ന് പറയും. ഇത് ഞങ്ങളെപ്പോലുള്ള പല ആളുകൾക്കും വ്യക്തിപരമായി അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. മലയാളം മിഷൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവാം, അതിലുപരി ഈ ടെക്നോളജിയുടെ വലിയൊരു സാധ്യതയുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ ഒരു ഭാഷയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ പങ്കുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ കാലം അങ്ങനെ ഒരു സുവർണകാലമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല. ഇത്തരം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതേ കാര്യങ്ങൾ നേരെ വിപരീതമായിട്ട് ഉപയോഗിക്കുന്ന പല അവസരങ്ങളും പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. മനുഷ്യരെ പരസ്പരം അകറ്റാൻ, പോളറൈസ് ചെയ്യാൻ, പരസ്പരം തമ്മിലടിപ്പിക്കാൻ, ചീത്ത വിളിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മനുഷ്യത്വരാഹിത്യത്തിലേക്ക് നയിക്കാൻ, ഇതിനൊക്കെ ഇതേ ടെക്നോളജി തന്നെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ചില അത്തരം ഓൺലൈൻ ചർച്ചകളിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ കേട്ടാൽ നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥ വരും. മലയാളികൾ തന്നെ അതും ചെയ്യും. ഇപ്പോൾ നല്ലതിനും ചീത്തയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളായതുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ അത്തരം കാര്യങ്ങൾക്കും വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതേപോലെ ഇപ്പോൾ സുരേഷ് ബാബു നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പോലെ അതിഗംഭീരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ആളുകളിലേക്ക് എത്തുന്നതിന് ഈ ടെക്നോളജി വളരെ സഹായിച്ചു. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമേ ആളുകൾ കേൾക്കുന്നുള്ളൂ എങ്കിൽ ഇത്രയും ഒരു റീച്ച് ഉണ്ടാവില്ല. ഇത് പുതിയ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് കേൾക്കുന്നു. അപ്പോൾ ഞാനീ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് അതിൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സുരേഷ് ബാബുവിൻ്റെ പ്രഭാഷണം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിനോട് എൻ്റെ അന്വേഷണം
പ്രത്യേകം അറിയിക്കണത്. ഞാൻ കണ്ട ഉടനെ ആദ്യം പറഞ്ഞു. എന്താ വെച്ചാൽ അവർക്ക് അത്രയും പ്രിയപ്പെട്ട പ്രഭാഷകൻ. എന്നോട് വേറൊരു കാര്യം കൂടെ അതിനോട് ചേർത്ത് സൂചിപ്പിച്ചു. അദ്ദേഹത്തിനെ പോലെയൊക്കെ ഒത്തിരി രസകരമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ എന്ന് ഒരു ഉപദേശം കൂടി എനിക്ക് തന്നു. അപ്പം അതിനും ഈ ടെക്നോളജിയാണ് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന പ്രഭാഷണം എത്രയോ തവണ ആവർത്തിക്കപ്പെടുന്നു, ഏതെല്ലാം സ്ഥലത്തേക്ക് എത്തുന്നു, ലോകത്തിൻ്റെ പല ഇടങ്ങളിലേക്ക് എത്തുന്ന, മലയാളികളില്ലാതെ ലോകത്തിലെ ഇടങ്ങളില്ല. ഞാൻ 2 വർഷം മുമ്പേ ബോട്സ്വാന എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് പോയിരുന്നു, സിംബാബ്വേക്ക് അപ്പുറത്ത്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ചൗബെ എന്ന് പറഞ്ഞ ഇത് വിക്ടോറിയ ഫോൾസിൻ്റെ അപ്പുറത്തുള്ള, അവിടെ ഒരു മലയാളിയെ പരിചയപ്പെട്ടു. അയാൾ 28 വർഷമായി അവിടെ വന്നിട്ട്. തൊട്ടടുത്ത് ഉള്ള മലയാളിയിലേക്കുള്ള ദൂരം 450 കിലോമീറ്ററാണെന്ന്. അവിടെ വേറെ മലയാളിയില്ല, ഒരേ ഒരു മലയാളിയല്ലോ അവിടെ. അടുത്തൊരു മലയാളിയെ കാണണമെങ്കിൽ 450 കിലോമീറ്റർ ദൂരെ. അങ്ങനെയുള്ള ഇടങ്ങളിൽ വരെ മലയാളികൾ എത്തുന്ന, അവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞ ആ സുഹൃത്തും പുതിയ ടെക്നോളജി അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ മലയാള ലിറ്ററേച്ചർ വായിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും നമ്മുടെ ഒപ്പം തന്നെ അദ്ദേഹവും സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളൊരു കാലത്താണ് ഇങ്ങനെ ഒരു സാഹിത്യോത്സവം നടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിക്കും. മനുഷ്യനെ പരസ്പരം വെറുപ്പിക്കാനും പരസ്പരം അകറ്റാനുമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ. സാധാരണ കല, സാഹിത്യം ഉൾപ്പെടെയുള്ള, ഭാഷ ഉപയോഗിച്ച് നിർവഹിക്കപ്പെടുന്ന ഒരു കലയാണല്ലോ സാഹിത്യം. സാഹിത്യം ഉൾപ്പെടെയുള്ള കലാപ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തിൽ സജീവമായിട്ട് ഉണ്ടെങ്കിൽ, സംഗീതമാണെങ്കിലോ നാടകമാണെങ്കിലോ സിനിമയാണ് സാഹിത്യമാണ്, അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് എളുപ്പത്തിൽ ഹിംസയ്ക്ക് അങ്ങനെ കയറി വരാൻ പറ്റില്ല. വയലൻസ് സമൂഹത്തിലേക്ക് വലിയ തോതിൽ ഒരു ക്യാൻസർ പോലെ പടർന്ന് പിടിക്കുന്നത് സർഗാത്മകതയ്ക്ക് വലിയ പരുക്കുകളെ ഏൽക്കുമ്പോഴാണ്. ഇപ്പം എന്താണ് കലയുടെ പ്രാധാന്യം, എന്താണ് സാഹിത്യത്തിൻ്റെ പ്രാധാന്യം എന്നൊക്കെ ചോദിച്ചാൽ, ഹിംസയ്ക്കെതിരെയുള്ള മനുഷ്യൻ്റെ സർഗാത്മകമായ പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങളാണ് ഈ കലാപ്രവർത്തനം. ചെറുപ്പക്കാരുടെ ഇടയിലേക്ക്, ചെറുപ്പക്കാരികളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വലിയൊരു ക്രിയേറ്റീവ് എനർജിയുണ്ട്. ആ എനർജി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാലാണ് അവർ ഇത്തരം വഴികളിലേക്ക് വഴിതെറ്റി പോകാതിരിക്കും. അപ്പോൾ ഒരു സാഹിത്യ സമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കലാപരിപാടികൾ നടത്തുമ്പോൾ നിങ്ങൾ വെറുതെ നേരം പോകാൻ ഒരു കലാപരിപാടി നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകളെ ഹിംസയിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യത്വത്തിലേക്ക് നയിക്കുക എന്നൊരു കാര്യം കൂടിയാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല അതാണ് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ ഒരു പർപ്പസ് കൂടി ഇതിന് പുറകിലുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ ഡോബവില്ലയിലെ ഈ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പ്രസക്തമാണ്. അത് വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ സുഹൃത്തുക്കളായിട്ട് ഞാൻ മുമ്പേ തന്നെ സംസാരിച്ച് എനിക്ക് ഏകദേശം അറിയാം എത്ര ശക്തമാണ്, എത്ര ഗംഭീരമാണ് ഈ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇപ്പം നേരത്തെ ഇവിടെ സംസാരിച്ചിരുന്ന ആരോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി, എന്താ വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമാജമാണ്. അത്രയും അംഗങ്ങളുള്ളതാണ്. വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. മലയാളികളുടെ ഒരു വലിയ തൊടുകുറിയായി ഈ സമാജം ഇവിടെ പ്രവർത്തിക്കുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും സ്നേഹവും ഒക്കെ എനിക്കുമുണ്ട്. അതാദ്യം നിങ്ങളോട് പങ്കുവയ്ക്കുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒരുപാട് സമയം കഴിഞ്ഞ് ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന്, റെയിൽവേക്കാരനാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വേറെയും റെയിൽവേക്കാർ കുറച്ച് പേര് ഉണ്ട്, ഒക്കെ പരിചയപ്പെട്ട പോലെ സന്തോഷം തോന്നി. അത് അപ്പോൾ ഞങ്ങളെക്കുറിച്ച് പൊതുവെയുള്ളൊരു ആരോപണം, ഇത് ലേറ്റായിട്ട് ഓടിക്കുന്ന ഞാൻ കൺട്രോളറായിരുന്നു. തീവണ്ടി ലേറ്റാക്കണതിൻ്റെ മെയിൻ കക്ഷിയാണ് ഈ കൺട്രോളർ. ആ ജോലിയിലാണ് ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ സമയം കുറച്ച് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് വലിയ ദീർഘമായിട്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് തുഞ്ചൻ സ്മാരക സാഹിത്യോത്സവമായി നടത്തുന്നത് കൊണ്ടാണ് തുഞ്ചനെതിരെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലം. നിങ്ങൾ അത് എത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാള സാഹിത്യത്തിൽ നടക്കുന്ന ചർച്ചകളിൽ അടുത്ത കാലത്ത്, ഇതിന് മുമ്പേ ഒന്നും നമ്മളങ്ങനെ കേട്ടിട്ടില്ല. കഴിഞ്ഞ ഒരു 4-5 കൊല്ലം
ആയിട്ട് മാത്രമേ അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ വരുന്നു. ആരും തുഞ്ചൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണെന്ന് പറയുന്നതിന് എതിരായിട്ട് സംസാരിക്കുന്ന ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചിടെയായിട്ട് അങ്ങനെയും ചിലപ്പോൾ മലയാളികളുടെ ഒരു സവിശേഷ എന്ത് കാര്യത്തിനും എതിരെ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ കൂടെ ചില നല്ല എഴുത്തുകാരാണ്, നല്ല മനുഷ്യരാണ് അവർ സാഹിത്യരചനയിലൊക്കെ വളരെ നല്ല ആളുകളാണ്. പക്ഷേ അവർ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് വായിക്കാനും കേൾക്കാനും ഒക്കെ ഇടയായി. അപ്പോൾ അതിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, തുഞ്ചനെ അങ്ങനെ മലയാള ഭാഷയുടെ പിതാവായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. മറ്റ് ഭാഷകൾക്കൊന്നും അങ്ങനെ പിതാക്കന്മാരില്ലല്ലോ. അതിനോട് കൂടെ ചേർത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തുഞ്ചന് എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കത് കേട്ടപ്പോൾ വലിയൊരു വിഷമം തോന്നി സത്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ചെറുപ്പകാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ തുഞ്ചൻ എഴുതിയ വരികൾ വായിച്ചും തുഞ്ചത്തെഴുത്തച്ഛനെ ഏറെ ആദരിച്ചും ബഹുമാനിച്ചും ജീവിച്ചു വരുന്ന ആളുകൾ, എഴുത്തുകാരിൽ ചിലർ തന്നെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നോ അദ്ദേഹം ജീവിച്ചിരുന്നു, തുഞ്ചൻ എഴുതിയ ഒരു താളിയോല കാണിക്കൂ തെളിവായിട്ട് എന്നൊക്കെ ചോദിക്കുന്ന, അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ചില പ്രവണതകളും ഉള്ളൊരു കാലത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ തന്നെ ഒരു സാഹിത്യോത്സവം നടത്തുന്നത് അതിനുള്ള ഒരു മറുപടി കൂടിയാണ്. ഇതത്ര വ്യാപകമായിട്ടൊന്നും അതിന് പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവർ വിചാരിച്ചത്ര എളുപ്പത്തിലൊന്നും അതിനൊരു പിന്തുണ ലഭിച്ചിട്ടില്ല. പക്ഷേ ശ്രമിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആരെയും ആക്ഷേപിക്കുന്നതാണല്ലോ എളുപ്പം. നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ ആൾ വളരെ കുറവായിരിക്കും. ഇപ്പം തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരിക്കുന്നില്ല, തെളിവ് കൊണ്ടുവരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 പേര് കൂടാനുണ്ടാവും. അങ്ങനത്തെ ഒരു വശം കൂടി. അതിൻ്റെയൊക്കെ പിന്നിൽ വളരെ വിചിത്രമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അത് പറഞ്ഞ വ്യക്തി അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ, മലയാള ഭാഷയ്ക്ക് ഒരു പിതാവുണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അതുകൂടി ചേർത്ത് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു താല്പര്യങ്ങൾ വ്യക്തി. അപ്പം അത് അത്തരത്തിലുള്ള ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കാനും സാഹിത്യ സംവാദങ്ങൾ നടത്താനും ഒക്കെ നിങ്ങൾ തയ്യാറാവുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിലുപരി ഇന്നിവിടുത്തെ ഈ സാഹിത്യോത്സവത്തിൻ്റെ പ്രധാന വിഷയവും തുടർന്ന് നടക്കുന്ന സംവാദവും അതും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നുവെച്ചാൽ നഗര സാഹിത്യത്തെക്കുറിച്ച് ആണ് ഇന്നിവിടെ നടക്കുന്ന ചർച്ചകൾ. അതിൽ ഈ മുംബൈയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള നിരവധി എഴുത്തുകാർ വേദിയിലും സദസ്സിലും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെയുണ്ട്. അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, അവരുടെ ഇടപെടലുകൾ ആ സംവാദത്തിൽ നമ്മൾ കേൾക്കാൻ ഇരിക്കുകയാണ്. അത് ഇപ്പം ഞങ്ങളെപ്പോലെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് കുറേ പറഞ്ഞു പോകുന്നതിനേക്കാൾ നിങ്ങളുടെ തന്നെ സംവാദങ്ങൾക്ക്, നിങ്ങളുടെ തന്നെ ചർച്ചകൾക്ക് ഊന്നൽ കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബോംബെയുടെ മണ്ണ് മലയാള സാഹിത്യത്തിൽ വലിയൊരു പാരമ്പര്യമുള്ള മണ്ണാണ്. ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. ബാലകൃഷ്ണൻ സാർ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ വളരെ പ്രഗത്ഭരായ പല എഴുത്തുകാരും വായനക്കാരും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. MP നാരായണപിള്ള പോലെ അല്ലെങ്കിൽ വലിയ എഴുത്തുകാർ, നിരവധി ആളുകൾ എഴുതിയ, ആനന്ദിനെ പോലുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്ന ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അപ്പം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള എഴുത്തുകളിൽ കൂടി ഇപ്പോൾ ഉള്ള എഴുത്തുകാരിലുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പ്രേമനായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, പ്രേമൻ എന്നോട് പറഞ്ഞു മുമ്പ് ഇവിടെ വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ അതിൻ്റെ പിൻതലമുറയായിട്ടുള്ള കുറച്ച് ആളുകൾ. അങ്ങനെയല്ല, ഈ പിൻതലമുറയും ശക്തരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങളുടെ ശക്തി ദയവായിട്ട് നിങ്ങൾ കുറച്ച് കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ളൊരു അപേക്ഷ. എന്താണെന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ട് എഴുതാനും ഈ കാലത്തെ ജീവിതത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന, അത് വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കാൻ കഴിയുന്ന, വളരെ നല്ല ഭാഷയിൽ എഴുതാൻ കഴിയുന്ന എഴുത്തുകാരാണ് ബോംബെയിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ. ഞാൻ പലരുടെയും പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ബാലകൃഷ്ണൻ സാറിൻ്റെ എൻ്റെ പുസ്തകം വായിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ അത്തരത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു മേഖലയാണ് മലയാള സാഹിത്യത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തട്ടകമാണ് ഈ മുംബൈ എന്ന് പറയുന്നത്. കാലോചിതമായി വരുന്ന മാറ്റങ്ങളെ, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ, പൊളിറ്റിക്കലായിട്ട് വരുന്ന മാറ്റങ്ങളെ, എല്ലാ തരത്തിൽ വരുന്ന മാറ്റങ്ങളെയും സൂക്ഷ്മമായിട്ട് പിന്തുടരാനും പുതിയ കാലത്തോട് സംവദിക്കാനും തയ്യാറാവുക എന്നതാണ് ഈ കാലത്തെ എഴുത്തുകാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്.
നമ്മൾ എഴുതുന്ന കൃതികൾ വായിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ പലപ്പോഴും സാഹിത്യ സമ്മേളനത്തിൽ 50 കഴിഞ്ഞവരും 60 കഴിഞ്ഞവരും ഒക്കെ അധികം ഉണ്ടാവുകയും ചെറുപ്പക്കാരുടെ സാന്നിധ്യം കുറയുന്നു. ആ ചെറുപ്പക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. എന്നാൽ മാത്രമേ സാഹിത്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഏറ്റവും പുതിയ കാലത്തെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർ എന്താണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരുടെ താല്പര്യമുള്ള വിഷയങ്ങൾ എന്താണ്, അവരുടെ ജീവിതം എങ്ങനെയാണ്, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ. ഒരു 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് മലയാള സാഹിത്യം വായിച്ചും പഠിച്ചും ഒക്കെ നമ്മളിൽ ഉറച്ചു പോയ ഒരു സംവേദനശീലം വെച്ച് ഏറ്റവും പുതിയ ചെറുപ്പക്കാരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ കാലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അവരെന്ത് പാട്ട് കേൾക്കുന്നത് എന്ന് നിങ്ങൾ കേൾക്കണം. പുതിയ കാലത്തെ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. തിങ്കിങ് അഹെഡ് ഓഫ് ടൈം എന്ന്, കാലത്തിന് മുമ്പായിട്ട് സഞ്ചരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകണം. നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ അല്ലെങ്കിൽ വായിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പമോ അവരെക്കാൾ ഒരടി മുമ്പിലോ നടന്നാൽ പറ്റും. കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവനാണ് എഴുത്തുകാരെന്നും അത് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാവൂ. അപ്പോൾ അതിനു വേണ്ടി നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുക. ചിന്തകളിൽ, അറിവിൽ, ജീവിതത്തിൽ നിരന്തരമായി നവീകരിച്ചു കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ സാഹിത്യത്തെക്കുറിച്ച് എങ്ങനെ എഴുതണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വഴികളാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ടാർഗറ്റ് റീഡർ ആരാണ് നിങ്ങളുടെ പുസ്തകം വായിക്കുന്നത്? ഇപ്പോൾ നിങ്ങളെക്കാൾ കുറേ പ്രായം കൂടിയ ആളുകളുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അവർ വായിച്ച് ഇത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് പുറത്ത് തട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ അടുത്ത തലമുറ അത് വായിച്ചാൽ മാത്രമേ നിങ്ങൾ എഴുതുന്ന കൃതികൾ നിലനിൽക്കുള്ളൂ. എന്താ വെച്ചാൽ ഈ പുറത്ത് തട്ടുന്ന പ്രായം കൂടിയ ആളുകൾ അധികം കാലം നിൽക്കില്ല. നിങ്ങളുടെ കൃതികൾ നിൽക്കണമെങ്കിൽ ഇനി വരുന്ന തലമുറയാണ് വായിക്കേണ്ടത്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഭാഷയിലുള്ള എഴുത്തും അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട്. മറ്റ് കലാരൂപങ്ങളിൽ നിന്ന് സാഹിത്യം വ്യത്യസ്തമാകുന്നത് നിർവചനങ്ങളോടുള്ള നിരന്തരമായ കലഹമാണ്. എന്താണ് നോവൽ, എന്താണ് ചെറുകഥ എന്ന് പ്രധാനപ്പെട്ട നിരൂപകരോ അല്ലെങ്കിൽ പ്രബുദ്ധരായിട്ടുള്ള വായനക്കാരോ സാഹിത്യ ഗവേഷകരോ ഒക്കെ പറയുമ്പോൾ എഴുത്തുകാരനും എഴുത്തുകാരികളും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിർവചനം തെറ്റാണ്, മറ്റൊന്നാണ്, നോവൽ മറ്റൊന്നാണെന്ന് തങ്ങളുടെ രചനകളിലൂടെ സ്ഥാപിച്ചെടുക്കുക. ക്ലാസിക്കൽ ആർട്ടും ലിറ്ററേച്ചറും തമ്മിൽ ഉള്ള വലിയൊരു വൈരുദ്ധ്യം അതാണ്. ഇപ്പോൾ കർണാടക സംഗീതത്തിലോ അല്ലെങ്കിൽ ഭരതനാട്യത്തിലോ ഇതല്ല. അതിലെ ചിട്ടകൾ, അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ രീതികൾ വളരെ കൃത്യമായി പഠിച്ച് ഉറപ്പിച്ച് ഏറ്റവും പെർഫെക്റ്റായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അത് ഗംഭീരമാകുന്നത്. സാഹിത്യത്തിൽ നേരെ വിപരീതമായി നിലനിൽക്കുന്ന ബോധ്യങ്ങളെ തങ്ങളുടെ കൃതികളിലൂടെ പുനർനിർമ്മിക്കാനും നിർണയിക്കാനും കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രഗത്ഭരായ പ്രശസ്തരായ എഴുത്തുകാരുടെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങളുടേതായിട്ടുള്ള വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തേക്കാം. ഏറ്റവും പുതിയ കാലത്തെ ചെറുപ്പക്കാരികളുടെ ജീവിതം, അവരുടെ ചിന്തകൾ, അവരുടെ ഭാഷ, ഇതൊക്കെ കഴിയുന്നത്ര അവരോടൊപ്പം നടന്ന് പിന്തുടരാനും അതിനപ്പുറത്തേക്ക് പോകാനും ശ്രമിക്കുക എന്ന്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇപ്പോൾ തന്നെ സമയം അധികമായോ എന്ന് സംശയമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തുഞ്ചൻ സാഹിത്യോത്സവത്തിനും ഡോമവില്ലി കേരളീയ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മുംബൈയിലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ എഴുത്തുകാർക്കുമെല്ലാം എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇന്ന് മലയാള സാഹിത്യം മുന്നോട്ട് പോകുന്നത് പ്രവാസികളായ എഴുത്തുകാരിലൂടെയും വായനക്കാരിലൂടെയാണ്. വലിയൊരു സാധ്യതയാണത്. അത് നിങ്ങൾ തിരിച്ചറിയുക. കനപ്പെട്ട രചനകൾ, പുസ്തകങ്ങൾ, നോവലുകളായാലും കഥയായാലും കവിതയായാലും ഒക്കെ ഈ മണ്ണിൽ നിന്നുണ്ടാകട്ടെ. ആ ഒരു പാരമ്പര്യം ഉള്ള ഒരു ഇടമാണ്. നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ സജീവമായി സാഹിത്യരംഗത്ത് ഇടപെടാൻ പലപ്പോഴും ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മളോട് പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് എഴുതുന്നവരെ കേരളത്തിലുള്ള സാഹിത്യരംഗം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള
ഒരു ആരോപണ സ്വഭാവത്തിൽ. അങ്ങനെ ആരും ഒരാളെയും പരിഗണിച്ചിട്ടൊന്നുമല്ല. നിങ്ങളുടേതായിട്ടുള്ള ഇടം സ്വയം കണ്ടെത്തും. വായനക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാൾക്കും നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല. ആളുകൾക്ക് ഒരു ടാർഗറ്റ് റീഡർ ഉണ്ടാവണം, അവർക്ക് വായിക്കാൻ കഴിയണം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം, അവരെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹം, സന്തോഷം, നമസ്കാരം.